ഒക്ടോബറിൽ രാജയോഗം വരും നക്ഷത്രങ്ങൾ. ഒക്ടോബറിൽ ചില നക്ഷത്രക്കാർക്ക് രാശിഫലപ്രകാരം രാജയോഗം തെളിയുന്നു. ഇത് സെപ്റ്റംബർ 28 തന്നെ ഗ്രഹങ്ങളുടെ മാറ്റത്തിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലെ നക്ഷത്രങ്ങൾ ഏതെന്നറിയാം. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലേക്ക് കടക്കുന്നു. ഈ മാസം ഭാഗ്യം വന്നുചേരുന്ന, രാജയോഗം വന്നുചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് സെപ്റ്റംബർ 28 തന്നെ മാറ്റങ്ങൾ വരുന്നതാണ്. ഒക്ടോബർ കടക്കുന്നതോടെ ഏറെ ഭാഗ്യമുണ്ടാകും. ആയില്യം തുടങ്ങുന്ന ദിവസം കൂടിയാണ് ഇത്. ഇവരുടെ ജീവിതത്തിൽ അദ്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. ഒക്ടോബറിൽ ബുധന് വൃശ്ചികരാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ധനവും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നുചേരുന്ന ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട്. 5 നക്ഷത്രക്കാർക്കാണ് രാജയോഗം ആരംഭിക്കുന്നത്. ചിത്തിര. ഇതിൽ ആദ്യത്തേത് ചിത്തിര നക്ഷത്രമാണ്. ഇവർക്ക് ഏറെ ദുരിതദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ്. എന്നാൽ ഒക്ടോബർ മുതൽ ഇവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്ന സമയമാണ്. നല്ല കാര്യങ്ങൾ ഈ മാസം സംഭവിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വിദേശത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ അവസാനിച്ച് ഭാഗ്യാനുഭവം വന്നുചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയും ധനവും വന്നുചേരും. തടസ്സങ്ങൾ മാറിക്കിട്ടും. അനിഴം. അനിഴം അടുത്ത നക്ഷത്രമാണ്. ഇവർക്ക് ഭാഗ്യാനുഭവം വന്നുചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങൾ അവസാനിച്ച് നേട്ടത്തിലേക്ക് ഇവർ എത്തിപ്പെടുന്നു. ഇവർക്ക് ദുരിതദുഃഖങ്ങൾ മാറി നേട്ടത്തിലേക്ക് ഇവർ എത്തുന്നു. എല്ലാ നേട്ടങ്ങളിലേക്കും ഇവർ എത്തുന്നു. ലോട്ടറി ഭാഗ്യം അടക്കമുള്ളവർ ലഭിക്കുന്നു. ദാമ്പത്യത്തിലും നല്ല സമയം തന്നെയാണ്. ആയില്യം. ആയില്യം അടുത്ത നക്ഷത്രമാണ്. ഇവർക്ക് 11-ൽ വ്യാഴം വരുന്നു. ഇത് നേട്ടവും ഭാഗ്യവുമാണ്. സമ്പദ്സമൃദ്ധിയുടെ സമയമാണ് ഇവർക്ക് വന്നുചേരുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. ധനധാന്യ സമൃദ്ധി വന്നുചേരുന്നു. ഇവർക്ക് നേട്ടത്തിന്റെയും ഭാഗ്യത്തിന്റെയും സമയമാണ്. സർവൈശ്വര്യങ്ങളും ഇവർക്ക് ഫലമായി വരുന്നു. കാർത്തിക. കാർത്തിക അടുത്ത നക്ഷത്രമാണ്. ഇവർക്ക് വ്യാഴം നല്ല സ്ഥാനത്ത് വരുന്ന സമയമാണ്. ഇവർക്ക് ശുക്രഭാഗ്യം എന്നു പറയാം. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ മാറി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വരുന്നു. പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനുള്ള സമയം കൂടിയാണ് ഇത്. സാമ്പത്തികമായും ഇവർക്ക് ഏറെ ഉയർച്ച വരുന്നു.